ഹായ് കൂട്ടുകാരെ, എവർക്കും മീരൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുകയാണല്ലോ. വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 19. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര്? PN പണിക്കർ. എന്നു മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? 1996 മുതൽ. 1996 ജൂൺ 19 മുതൽ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ആരുടെ വരികൾ ആണിത്? വള്ളത്തോൾ നാരായണ മേനോന്റെ വരികളാണിത്. വായനാ വാരം ആരംഭിക്കുന്നത് എന്നു മുതൽ എന്നുവരെയാണ്? ജൂൺ 19 മുതൽ 25 വരെ. വായനയിലൂടെ വളരാത്തവൻ മൃഗതുല്യൻ എന്ന് പറഞ്ഞതാര്? വില്യം ഷേക്സ്പിയർ. വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? PN പണിക്കരുടെ. PN പണിക്കർ ജനിച്ചത് എവിടെ? ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ. PN പണിക്കരുടെ മുഴുവൻ പേര്? പുതുവായിൽ നാരായണ പണിക്കർ. ബുക്കർ പ്രൈസ് നൽകുന്നത് ഏത് രംഗത്താണ്? സാഹിത്യം. PN പണിക്കർ ജനിച്ചത് എന്ന്? 1909 മാർച്ച് 1. എൻ്റെ ജീവിതത്തിൽ ആകെ 3 കാര്യങ്ങൾ മതി. അത് പുസ്തകം, പുസ്തകം, പുസ്തകം എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ലിയോ ടോൾസ്റ്റോയ്. PN പണിക്കർ മരിച്ചത് എന്ന്? 1995 ജൂൺ 19. മലയാള ഭാഷയുടെ പിതാവ്? എഴുത്തച്ഛൻ. വായനാ ദിനം എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? വായനയുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം ഏത്? വിഗതകുമാരൻ 1928. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏത്? ബാലൻ 1938. മലയാളത്തിലെ ആദ്യ കളർ ചലച്ചിത്രം ഏത്? കണ്ടം വെച്ച കോട്ട് 1961. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അവകാശികൾ. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന സ്ഥലം? കോട്ടയം.
വായനാ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് ക്വസ്റ്റ്യൻസ് ഏവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.